കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവില്ല എന്ന് വീണ്ടും സർക്കാർ നിലപാട് സ്വീകരിക്കുകയാണ്. CBI കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പിന്നിലാണ് വിവരങ്ങളുമായി. പിന്നിൽ സർക്കാർ പരിപൂർണമായി തുണയ്ക്കുകയാണ് എന്ന് തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വാർത്ത ചെയ്യുകയാണ്. ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിൽ അഴിമതിക്ക് തെളിവില്ല എന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ 10ഓളം വരുന്ന അന്വേഷണങ്ങളിലും എല്ലാം അഴിമതി നടന്നു എന്ന സൂചന ആയിരുന്നു ഉണ്ടായിരുന്ന. അഴിമതി കണ്ടെത്തുന്ന നിലപാടായിരുന്നു ഏജൻസികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? രതീഷ്, നാളെയാണ് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കുന്നത്. അതിനു മുൻപ് അല്പം മുമ്പ് സർക്കാർ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെ കോടതിയടക്കം ഉന്നയിച്ച മുഴുവൻ വിമർശനങ്ങളെയും തള്ളിക്കൊണ്ട് സർക്കാർ തങ്ങളുടെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD കെ രതീഷും തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. CBIയുടെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് INTUC നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് വലിയ സംരക്ഷണ കവചം ഇപ്പോൾ വ്യവസായ വകുപ്പ് തീർത്തിരിക്കുന്നത്. വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷാണ് സർക്കാരിന് വേണ്ടി എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് CBIയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു തെളിവും സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല. പ്രതികൾ ഫണ്ട് വകമാറ്റിയതിന് ഒരു മെറ്റീരിയലും ഇല്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ CBI ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഈ അന്വേഷണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അവർ അഴിമതി നിരോധന നിയമപ്രകാരം ആർ ചന്ദ്രശേഖരനെയും കെ രതീഷിനെയും അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ചോദിച്ചത്. 5 വർഷം മുൻപ് തന്നെ ആ അനുമതി സർക്കാർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതുവരെ പല നിയമ പോരാട്ടങ്ങൾ നടന്നു. ആ നിയമ പോരാട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാർ ഉറച്ചു നിന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ആർ ചന്ദ്രശേഖരനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അഴിമതിക്ക് തെളിവില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്.